പന്തീരങ്കാവ് ഹൈസ്കൂളിലെ 78-79 SSLC ബാച്ചായ നിറക്കൂട്ട് രണ്ടാം വാർഷികം ആഘോഷിച്ചു. ഫിലിം ആർട്ടിസ്റ്റ് ദേവരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണിച്ചോരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുകയും ദിവസം 25 രൂപയാണ് എനിക്കന്ന് കൂലി. ആ കൂലി ആദ്യമായിട്ട് തന്നത് ഇവിടെ മുമ്പിലിരിക്കുന്ന വിനോദേട്ടനാണ്. വിനോദേട്ടൻ കുറുങ്ങാടൻ അല്ലേ? വിനോദേട്ടൻ്റെ വീട്ടുകാർ തന്നെയാണെന്ന് തോന്നുന്നു. വിനോദേട്ടൻ്റെ ചിത്ര ഹോം അപ്ലയൻസസ് എന്ന് പറയുന്ന പന്തീരങ്കാവിലെ ഒരു കുഞ്ഞു സ്ഥാപനത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജോലിക്ക് നിൽക്കുന്നത്. 9ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ സമയത്താണ് എന്ന് തോന്നുന്നത്. അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ് എനിക്ക് വിനോദനോട്. അപ്പോൾ വിനോദനെ പോലത്തെ ആൾക്കാരൊക്കെ പഠിച്ചിറങ്ങിയ ഒരു ബാച്ചിൻ്റെ പരിപാടിക്ക് അന്ന് വന്നിട്ട് പരിചയപ്പെട്ട മറ്റൊരാളാണ്. അവിടെ എപ്പോഴും വരുന്ന മറ്റൊരു വ്യക്തിയാണ് ജയരാജേട്ടൻ. ജയരാജേട്ടൻ ഇവിടെ ഉണ്ട്. ജയരാജേട്ടൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ജയരാജേട്ടൻ്റെ ഒക്കെ നേതൃത്വത്തിലൊരു സുഖമില്ലാത്ത കുട്ടികളുടെ ഒരു സ്കൂള് പരിപാടികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത്, അവരുടെ സജീവമായ ചർച്ചകളൊക്കെ അവിടെ. പ്രിയപ്പെട്ട ശോഭീന്ദ്രൻ മാഷുള്ള കാലത്ത് ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു. ജയരാജേട്ടനൊക്കെ ഓർമ്മയുണ്ടാവാൻ വഴിയുണ്ട്. ഈ നമ്മുടെ തിരുത്തിമത്താഴത്തേക്ക് ഒരു റോഡ് വെട്ടുന്ന ഒരു ക്യാമ്പ്, NSS ക്യാമ്പ്. ആ NSS ക്യാമ്പിൽ അന്ന് അച്ഛൻ ഗുരുവായൂരപ്പൻ കോളേജിലായതുകൊണ്ട് ശോഭീന്ദ്രൻ മാഷ കൂടെ അച്ഛൻ അന്ന് ഡ്യൂട്ടിക്ക് വരും. NSSൻ്റെ ക്യാമ്പ് ക്രിസ്മസ് വെക്കേഷനാണ്. അപ്പം സ്കൂളില്ലാത്ത സമയമായതുകൊണ്ട് പോരുന്ന പോക്കിന് വീട്ടിൽ നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഈ സ്കൂളിൽ വെച്ചിട്ടാണ് അന്ന് ഗുരുവായൂരപ്പൻ കോളേജ് ചെയർമാനായിരുന്ന, ഇപ്പം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത് പ്രേമേട്ടൻ എന്ന് പറയുന്ന, പ്രേമേട്ടൻ എഴുതിയ ഒരു നാടകം. ആ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സ്റ്റേജ് ഈ സ്കൂളിൻ്റെ മുറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു വലിയ കൂട്ടായ്മയുടെ ഉദ്ഘാടകനായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് നമ്മളൊക്കെ എന്താ പറയുക, ഏറെ സ്നേഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയെന്ന് പറയുന്നതും ഒരുപാട് സന്തോഷം. ഈ ഒരു താളം തീവണ്ടിയുടെ ഒരു സാധാരണ സ്പീഡിൻ്റെ താളമാണ്. ഇപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിലും നമുക്കൊക്കെ ഇഷ്ടമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദന് നമ്മളൊരു സ്വന്തമായിട്ടൊരു ട്രെയിൻ വാങ്ങിച്ചു കൊടുത്താൽ അത് ഓടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടാവും. VSൻ്റെ ട്രെയിൻ അത് സ്റ്റാർട്ടാവുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, ഓടുമ്പോൾ വേറൊരു ശബ്ദം ഉണ്ടാവും. വളരെ നല്ല പോലും അദ്ദേഹം. പക്ഷെ നമ്മുടെ കഴിഞ്ഞ മുഖ്യമന്ത്രി അന്തരിച്ചുപോയ ശ്രീ ഉമ്മൻചാണ്ടി സാർക്ക് ഒരു തീവണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവെ അതിനൊരു ബേജാറും വെപ്രാളും ഉണ്ടാവും. അതായത് ഇനി അധികം വലിയ ബഹളമില്ലാത്തൊരു തീവണ്ടിയുടെ ഉടമയാണ് AK ആന്റണി.
വളരെ വൈകാരികമായി വളരെ വലിയമായി ഇങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ തീവണ്ടിയാണ് അതിനൊരു കണ്ണൂർ തലശ്ശേരി ശൈലി ഉണ്ടാവില്ല പിണറായിൻ്റെ ഒരു തീവണ്ടി എന്ന് പറയുമ്പോൾ അങ്ങനെയാവുമ്പോ ഇറക്ക് അങ്ങനെ വരുമ്പോ അല്ലേ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു കുറച്ച് തീവണ്ടികളാണ് ഈ 2ാം വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയുകയാണ്. നമ്മുടെ ബാച്ചിനെ കോർത്തിണക്കാൻ നമുക്ക് സാധിച്ചത് എല്ലാവരും ഇത്തരത്തിലെ പരിപാടിക്ക് സജീവമായി ഇറങ്ങുന്നവർ വളരെ കുറവാണെന്ന് തന്നെ പറയാം. 300-ൽ പരം അംഗങ്ങളുള്ള നമ്മുടെ ഈ ബാച്ച് 100-150 ആളെ സജീവമാകുന്നുള്ളൂ.